ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോവുകയാണേ. അമ്പലത്തിൻ്റെ പേരാണെങ്കിൽ പള്ളിത്രിക്കോവിൽ എന്നാണ്. പള്ളിത്രിക്കോവിൽ അമ്പലത്തിൽ ഉത്സവം നടക്കുക. കൂടാതെ ഇന്ന് തൃക്കാർത്തികയുമാണ്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയും എടുത്തില്ല, അങ്ങ് നടന്ന് പോയില്ല. ഞങ്ങൾ അങ്ങ് യൂബറിനാണ് പോയത്. ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? എൻ്റെ വീട് ഇരിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ മണ്ണിലാണെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടുള്ളത്. ഞങ്ങളങ്ങനെ നടന്ന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ലൈറ്റ്സ് അത് കണ്ട് ദേവുവിനാണെങ്കിലോ ഭയങ്കര സന്തോഷവുമായി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ദൈവത്തിനെ കണ്ട് തൊഴുത് ഇറങ്ങിയപ്പോൾ അവിടെ തിരുവാതിര നടക്കുന്നു. അത് കണ്ടു ദേവുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നേ. ഞങ്ങൾ നോക്കുമ്പോൾ ദേവു തിരുവാതിരക്ക് കൈയടിക്കുന്നു. ബാക്കി ആരും അങ്ങനെ കൈയടിക്കുന്നത് ഞാൻ കണ്ടില്ല. ദേവു മാത്രം കൈയടിക്കുന്നത് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അടുത്ത തിരുവാതിര, അതാണെങ്കിൽ അമ്മമാരുടെ തിരുവാതിരയാണേ. രണ്ടും കട്ടയ്ക്കാണ് മത്സരിക്കുന്നതെന്ന് ഓർക്കണേ. അമ്മമാരും മക്കളും കട്ടയ്ക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ഗാനമേള. അതാണെങ്കിൽ സ്വരലയ എന്ന് പറയുന്ന ഒരു ഗാനമേള ട്രൂപ്പാണ്. ഗാനമേള ട്രൂപ്പല്ല, ഭക്തിഗാനമേള ട്രൂപ്പ്. നല്ലതായിരുന്നു. അവർ മരട്ടിന്നാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. നല്ല പരിപാടിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ദേവുവിൻ്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങ് ഇറങ്ങി നടന്നു. അങ്ങനെ ദേവു ആണെങ്കിൽ വിളക്കൊക്കെ കണ്ടപ്പോൾ ദേവുവിന് പ്രാർത്ഥന കൂടുതലായതുകൊണ്ട് അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. എത്ര തൊഴുതിട്ടും മാറണില്ലെന്ന് ഓർക്കണേ. വീണ്ടും തൊഴുതുകൊണ്ടിരിക്കുവാണ്. ഓരോ വിളക്കിലും ചെന്നിട്ട് തൊഴും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും വിളക്കിനെ കെട്ടിപ്പിടിക്കാനും പോകുന്നു. അത്രയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ലെന്ന്. അതുകൊണ്ട് നൈസായിട്ട് അവിടെ നിന്ന് ദേവുവിനെ എടുത്ത് ഇങ്ങ് സ്കൂട്ടായി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് ഞങ്ങളങ്ങ് ടാറ്റ പറഞ്ഞ് പോവുക. ഇനി അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് കാണാം.